സ്റ്റാർട്ടല്ലേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 90-100 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ്. ബൊലുമലൈ ഫോർട്ട്, കൃഷ്ണഗിരിയുടെ അടുത്താണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ ബാംഗ്ലൂരിലും ഹൊസൂരിലും ഉള്ള ബൈക്കേഴ്സിൻ്റെ ഇടയിൽ നല്ല ഹൈപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണിത്. ഈ ബൊലുമലൈ ഫോർട്ട് ഇത്രയും ഹൈപ്പാകാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഈ ഡ്രൈവ് നമുക്കൊരു 3 സെക്ഷനായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. നമ്മുടെ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആദ്യം ബാംഗ്ലൂർ ടു സേലം ഹൈവേ ആണ് കിട്ടുക. ആ റൂട്ടിലാണ് നമുക്ക് കൃഷ്ണഗിരിയിലേക്ക് പോകേണ്ടത്. അപ്പം അത് കഴിഞ്ഞാൽ നമ്മളവിടെ ബൊലുമലൈ ഫോർട്ടിൻ്റെ അങ്ങോട്ട് എത്താനാവുമ്പോൾ നമുക്കൊരു, എനിക്ക് തോന്നുന്നു 1.5-2 കിലോമീറ്ററോ മറ്റേ ഒരു ഓഫ് റോഡിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്ട്രെച്ച് എന്ന് പറയുന്നത് ഒരു സിമെൻറ്റഡ് റോഡാണ്. പക്ഷെ അതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുകളിലെത്തുമ്പോൾ നമ്മളെ വരവേൽക്കുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ആ ഡ്രൈവിനും പിന്നെ ആ വ്യൂവിനും വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടുന്ന് പോകുന്നത്. ബൈക്കിൽ മാത്രമല്ല, കാറിലും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷെ കാറ് ഈ ഫോർട്ടിൽ നിന്ന് എനിക്ക് ഒരു 1 കിലോമീറ്റർ ദൂരത്തിൽ താഴെ പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം അങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് സേലം, ബാംഗ്ലൂർ സേലം റോഡിലേക്ക് കയറി. മാപ്പിൽ കാണിക്കണത് 2 മണിക്കൂർ 20 മിനിറ്റുമാണ്. അപ്പോൾ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എവിടെയെങ്കിലും വെച്ചൊരു ടീ ബ്രേക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കൂടെ നിർത്തണം. അപ്പോൾ ആ ഒരു ½ an hour ടൈമും കൂടെ കണ്ടിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാം. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഹോട്ടൽസ് ഒന്നുമില്ല. മറ്റേ ബൊലുമലൈ ഫോർട്ടിന് അങ്ങോട്ട് കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഹോട്ടൽസ് ഒന്നുമില്ല. അതാ എൻട്രി എത്തുന്നതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്. ചെക്ക് പോസ്റ്റ് അല്ല, ജസ്റ്റ് ഒരു എൻട്രി. അവിടെ നമ്മൾ ബൈക്കിന് 20 രൂപ മറ്റേ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ അവിടെ ഒരു ചെറിയ ചായക്കടയും പിന്നെ മാഗി അങ്ങനെ എന്തൊക്കെയാണ് കിട്ടുന്നതൊക്കെ നമ്മൾ കണ്ടു. അതല്ലാതെ വേറെ കടകളൊന്നുമില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഈ ഹൈവേയിൽ എവിടെയെങ്കിലും സ്റ്റോപ്പ് എടുത്തിട്ട് നമ്മൾ കഴിക്കണം, എന്നിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ എന്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ട്രാഫിക് മൂവിങ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇതേപോലെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 100 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ബൈക്ക് ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. നമ്മളതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. പറന്ന് പോകുന്നത് എന്നെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. ആ ലെഫ്റ്റ് കൂടെ പോയ വണ്ടിയെ എന്നെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു.
ക്ലൈമറ്റ് നല്ല പ്ലസൻ്റ് ആണ്. നല്ല മഴ പെയ്തുകൊണ്ട് സൂര്യൻ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഓവർകാസ്റ്റ് പോലെ നല്ല രസമുണ്ട്. ഈ വെലുമലൈ ഫോർട്ട് എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അടിയിൽ തന്നെ വരുന്നതാണ്. ഇപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റായിട്ട് വിസിറ്റ് ചെയ്തൊരു സ്ഥലമുണ്ട്, ഹംപി. ഒരു ട്രാവലേഴ്സ് പാരഡൈസ് എന്നൊക്കെ പറയുന്ന ആ സീരീസ്. അതിൽ നമ്മൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ കൺസ്ട്രക്ഷനും ആർക്കിടെക്ചറും അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഹംപി പോയപ്പോൾ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡ് മുകളിൽ വരുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ വാച്ച് ചെയ്യാം. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടെ ഇപ്പോൾ ഫോർട്ടൊന്നുമില്ല, അതൊക്കെ പൊളിഞ്ഞ് അതിൻ്റെ കുറച്ച് റൂയിൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ വെലുമലൈ ഫോർട്ടിൻ്റെ മുകളിൽ നമുക്ക് കാണാനൊരു അമ്പലമുണ്ട്. പിന്നെ എല്ലാവരും ഈ ഒരു 360 ഡിഗ്രി പാനോരാമിക് വ്യൂ കാണാൻ വേണ്ടി തന്നെയാണ് അങ്ങോട്ട് വരുന്നത്. റൈഡും പിന്നെ വ്യൂവും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ ഇനി നമുക്കൊരു 1 hour ജേണി ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. അതേപോലെ വണ്ടിയിൽ പെട്രോൾ അടിക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. ഇനി ഏകദേശം ഒരു 9 കിലോമീറ്ററോളം കവർ ചെയ്യാനുണ്ട്. ഈ റോഡ് കൊള്ളാലോ. ഇവിടുന്ന് ഈ ഒരു സ്ട്രെച്ച് നല്ല അടിപൊളിയാണ്, നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ചെറിയ റോഡാണ്, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം. ഒരുപാട് സ്പീഡിൽ പോകാൻ പാടില്ല. ഓ നൈസ് വ്യൂ. അവിടെ ദൂരം കണ്ടോ. വ്യൂ മാത്രം ബേർഡ്സിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് പക്ഷെ ഇനിയും തുടങ്ങാൻ പോകണേ ഉള്ളൂ നമ്മൾ ശരിക്കത്തെ വ്യൂ എന്ന് പറയുന്നത്. ഈ കാണുന്നൊക്കെ വെറും ട്രെയിലർ. പിക്ചർ അഭി ഭി ബാക്കി ഹേ മേരെ ദോസ്ത്. ഈ ലെഫ്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്. വെലുമലൈ.
ഇനിയാണ് നമ്മുടെ റിയൽ അഡ്വഞ്ചർ തുടങ്ങാൻ പോകുന്നത്. വെലുമലൈ ഹിൽസ് കയറാൻ പോകുന്നതിൻ്റെ. ഓ മോന, അത് കിടിലോ. അങ്ങനെയാണോ കൊണ്ട് വെല്ലുമലൈ ഇങ്ങനെയാണ് പോകേണ്ടത്. ബൈക്കേഴ്സൊക്കെ വരുന്നുണ്ടല്ലോ. നേരിയ ഇടുങ്ങിയ വഴി, നേരിയ ഇടുങ്ങിയ ഗ്രാമ വഴി. ചെറുതായിട്ട് ഒരു മഴ ഇവിടെ പെയ്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നല്ല മഴ അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് സൂക്ഷിച്ച് പോയാൽ മതി. നല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വണ്ടി സ്കിഡാവും. നല്ല ഓഫ് റോഡ് ടയറൊന്നും ഇല്ലെങ്കിൽ സ്കിഡാവാനുള്ള ചാൻസ് ഉണ്ട്. ഹൈ, ഓ എനിക്ക് തോന്നുന്നു ഒരുവിധം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയെ കൊണ്ട് നമുക്ക് സുഖമായിട്ട് വരാൻ പറ്റും. റോഡ് അത്ര മോശമൊന്നും പറയാനില്ല, പക്ഷെ എന്നാലും ഓഫ് റോഡിങ് ആണ്. റോഡില്ല, മൺ റോഡാണ്, മൺ റോഡ്. ഏതോ ബൈക്ക് സ്കിഡ് ചെയ്തതിൻ്റെ ടയർ മാർക്കൊക്കെ ഉണ്ട് അവിടെ. ഓ, അത് കുറച്ച് സ്റ്റീപ്പാണല്ലോ ഈ ക്ലൈംബ്. ഇനി കുറച്ച് പതുക്കെ പോണം. നമുക്ക് റൈറ്റ് കീപ്പ് ചെയ്ത് പോവാം. ഇവിടെ മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങി വന്നാണ്. ഇറങ്ങി വരുമ്പോൾ കുറച്ചും കൂടെ സൂക്ഷിക്കണം. കുറച്ച് അധികം സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. നമ്മൾ സ്പീഡ് ഒരിക്കലും പോകരുത്, കാരണം വണ്ടി തെന്നാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് അറിയാത്ത റോഡാണ്, നമ്മളിതിനു മുമ്പ് വന്നിട്ടില്ല. അതുകൊണ്ട് റിസ്ക് കുറച്ച് ഓടിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. പതിയെ കയറിയാൽ മതി. തിരിയെ വണ്ടി, തിരിയെ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് നിന്ന് 20 രൂപ ടിക്കറ്റും വാങ്ങിയിട്ട് മുകളിലേക്ക് കയറാൻ പോകണം. താഴെ കുറെ ബൈക്കേഴ്സ് അവരുടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് ചായ കുടിച്ച് മാഗിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ആ സിമന്റ് റോഡ്. അപ്പൊ പോവല്ല. ഓ, വ്യൂ കണ്ടോ? ആ വ്യൂ കണ്ടോ? താഴേക്ക് തല ചുറ്റെന്ന് പറഞ്ഞിട്ടാണോ താഴേക്ക് നോക്കാത്ത?
മോനെ ഇതാണ് എല്ലാവരും റീൽസിലും ഷോർട്സിലൊക്കെ എടുത്തിരുന്ന ബൊലുമലൈ ഫോർട്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ടോപ്പിലേക്ക് എത്താനായി. നമ്മളെന്തായാലും ഓഫ് റോഡിങ് കാണിച്ച് മലയുടെ മുകളിലേക്ക് വണ്ടിയൊന്നും ഓടിച്ച് കയറ്റുന്നില്ല. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിർത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ പോവാം. അങ്ങനെ നമ്മൾ ബൊലുമലൈ ഫോർട്ടിൻ്റെ മുകളിലെത്തി. നമ്മൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് പോകാൻ പോകുന്നു. ഒരു 300 മീറ്റർ മറ്റേ കയറാനുണ്ട്. ഡിഗ്രി പാനോറാമിക് വ്യൂ എന്നൊക്കെ പറയില്ലേ, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വെള്ളം 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 അവിടെ ആ വ്യൂ കിട്ടുമല്ലോ. ರೇಷ್ಮೆ ಮಾರ್ಕ್ ರೇಷ್ಮೆ അപ്പോൾ നമ്മൾ ബൊലുമലയിലത്തെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി ഹില്ല് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചകൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഹാപ്പി എക്സ്പ്ലോറിങ്. അങ്ങനെ ബൊലുമലയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഹില്ല് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം 11:30 ചൂടുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ വരുന്നതായിരിക്കും എന്തായാലും നല്ലത്. കാരണം നമുക്ക് ആ ഫോഗും മിസ്റ്റും ഒക്കെ കാണുകയും ചെയ്യാം. അത് കഴിഞ്ഞ് ഒരുപാട് വെയിലും ചൂടും ആവുന്നതിന് മുമ്പ് മലയിറങ്ങി വീട്ടിൽ പോയി ചേരാം. But we fall, we rain, we rise again. The fall, the pain, we try so hard to feel sane. It's all in our brains, always keeping us restless with the light.
റിയാക്ട്